ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രക്ചറിനെ കുറിച്ചാണ്. സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ്. എന്താണ് ഈ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് കേട്ട് കാണുമല്ലോ. ഡാറ്റയുടെ ടൈപ്പ്. കമ്പ്യൂട്ടർ ഈസ് എ ഡാറ്റ പ്രോസസ്സിംഗ് മെഷീൻ. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതെല്ലാം ഡാറ്റയാണ്. ഈ ഡാറ്റ പല ടൈപ്സിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ മെമ്മറി നല്ല രീതിയിൽ മെമ്മറി മാനേജ്മെൻറ്റ് നടത്താൻ, മെമ്മറിയിലെ സ്പേസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനാണ് ഈ ഡാറ്റ ടൈപ്സ്. അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി, മെമ്മറിയിൽ നല്ല രീതിയിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പല ടൈപ്പ്, പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്. ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് പറഞ്ഞാൽ ഇപ്പോൾ കാർ എന്ന് പറഞ്ഞത് ഒരു ക്യാരക്ടർ ടൈപ്പ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള ടൈപ്പാണ് കാർ. അപ്പോൾ ഒരു വേരിയബിൾ, മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്പേസിനെ പറയുന്ന പേരാണ് വേരിയബിൾ. ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. നമുക്ക് ഏത് ഡാറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യണം. കാരണം റീയൂസ് ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യണം. അതുകൊണ്ട് മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ് ക്യാരക്ടർ ടൈപ്പിന് ഇൻറ്റ്, അതുപോലെ ഹോൾ നമ്പേഴ്സിന്, ഡെസിമൽ ഇല്ലാത്ത നമ്പേഴ്സിന് ഫ്ലോട്ട്, ഡെസിമൽ നമ്പേഴ്സ്, അങ്ങനെ പല ടൈപ്പ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, നമുക്ക് ഇതൊക്കെ ഈ വേരിയബിൾ ഇൻറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ആ മെമ്മറി സ്പേസ് എന്നൊക്കെ പറയുന്നത് അതിൽ ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ വേരിയബിൾ എന്നാണ് പറയുക. പക്ഷെ നമുക്ക് ഓരോ ഡാറ്റയ്ക്ക് ഓരോ പേരിട്ട് ഇങ്ങനെ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. കാരണം ഇപ്പോൾ ഒരു 50 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ 50 പേര് എന്താ പറയുക ഐഡൻറ്റിഫയർ വേരിയബിൾസിന് നെയിം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഒരേപോലെയുള്ള ഡാറ്റയെ ഒറ്റ പേരിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എറേ വേരിയബിൾ. അപ്പോൾ എറേ ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേരിൽ ഒന്നിലധികം ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒറ്റ പേര് മതി ഒന്നിലധികം ഡാറ്റ സ്റ്റോർ ചെയ്യാം. പക്ഷെ ഒന്നിലധികം ഡാറ്റ എന്ന് പറഞ്ഞാൽ എല്ലാ ഡാറ്റയും ഒരേ പേരിലായിരിക്കും. ഇപ്പോൾ നോക്ക്, ഇതിൽ നോർമൽ വേരിയബിൾ ഒരു കണ്ടെയ്നറിൽ ഒരു ഡാറ്റ. ഈ വേരിയബിൾ മീൻസ് എ കണ്ടെയ്നർ. ഈ എറേ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എറേ വേരിയബിളിൽ ഒരു പേരിൽ ഒന്നിലധികം ഡാറ്റ, ബട്ട് എല്ലാ ഡാറ്റയും സെയിം ടൈപ്പ് ആയിരിക്കും. അതുപോലെ ഇതിപ്പം ഓൾറെഡി ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ് ഇവയെല്ലാം. പക്ഷെ നമുക്ക് യൂസറുടെ ഇതിനനുസരിച്ച്, റിക്വയർമെൻറ്റിനനുസരിച്ച് യൂസർക്ക് ഡിഫൈൻ ചെയ്യാം ഒരു ടൈപ്പ്. യൂസർ തീരുമാനിക്കണേ ഇന്ന വേരിയബിൾ, ഇന്ന ടൈപ്പ് വേരിയബിൾ ഉൾക്കൊള്ളുന്ന ഒരു വേരിയബിൾ, ഒരു കണ്ടെയ്നർ യൂസർക്ക് ആ ടൈപ്പ് നിർവചിക്കാൻ പറ്റും. അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഈ സ്ട്രക്ചർ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ്, ഇപ്പോൾ ഇതൊരു വേരിയബിൾ ഇസ് എ കണ്ടെയ്നർ. യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ടൈപ്പ് കണ്ടെയ്നറിൽ മൾട്ടിപ്പിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇവിടെ കണ്ടോ, മൾട്ടിപ്പിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഈ മൾട്ടിപ്പിൾ ഡാറ്റാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. എറയിൽ സെയിം ടൈപ്പ് പറ്റുള്ളൂ, പക്ഷേ സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റേനെ ഒറ്റ പേരിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതാണ് സ്ട്രക്ചറിൻ്റെ ആവശ്യം. ഇനി നമുക്ക് സ്ട്രക്ചറിന് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇപ്പം ഇതിപ്പോൾ സ്ട്രക്ചറാണ്. യൂസർ ക്രിയേറ്റ് ചെയ്തൊരു സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു മോഡൽ. യൂസർ ആദ്യം തന്നെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. മെമ്മറിയിൽ ഏത് മോഡലിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് യൂസർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ സ്ട്രക്ചറിന് ഒരു പേരിടണം. യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിന് ഒരു പേരിടും. അപ്പം ഞാൻ സ്ട്രക്ട് ഹൗസ് എന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന, ഡിസൈൻ ചെയ്യുന്ന ആ മോഡലിൻ്റെ പേരാണ് ഹൗസ്. ആ മോഡലിൽ നിന്ന്, ആ ഹൗസിൽ ഇപ്പം മെമ്പേഴ്സ് പല റൂമിൻ്റെ നമ്പേഴ്സ് ഉണ്ടാവാം, പിന്നെ എത്ര ഏരിയയുടെ ഉണ്ടാവും, എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ള ഏരിയ ഉണ്ടാവാം. ഇതൊക്കെ എൻ്റെ ഈ ഹൗസ് എന്ന് പറഞ്ഞ എൻ്റെ മോഡലിലുണ്ട്. അപ്പോൾ ആ മോഡൽ പ്രകാരം നമുക്ക് റൂം നമ്പറും സ്ക്വയർ ഫീറ്റൊക്കെ മാറ്റിയിട്ട് പല വീടുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലാനാണ്. നമ്മൾ ആർക്കിടെക്റ്റിനോട് ഇങ്ങനെ പറയണം, ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്, ഇതേപോലെ ഒരു പ്ലാൻ വരച്ചു തരാൻ പറയുകയാണ്. അപ്പോൾ പ്ലാൻ വരച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മോഡൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വീടായിട്ടില്ല. അപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇന്ന മോഡലാണ് എൻ്റെ ടൈപ്പ് എന്ന് പറയുകയാണ്. ഇനി ആ മോഡൽ പ്രകാരം മെമ്മറിയിൽ നമുക്ക് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹൗസ് മോഡലിൽ ഒരു ഹോം 1 ഹോം 2 2 വീടുകൾ ബിൽഡ് ചെയ്ത് ഇത് ആക്ച്വലി ക്രിയേറ്റഡ് ആയി. പക്ഷേ ദിസ് ഈസ് മോഡൽ ഓൺലി. ഇതൊരു മോഡൽ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്കിത് ഞാനിതിന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നോക്ക്, നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ എന്നുവെച്ചാൽ
സ്ട്രക്ചറിൻ്റെ ടൈപ്പ് നമ്മളുടെ യൂസറിൻ്റെ ഒരു ടൈപ്പ് ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇൻഡ് കാർ ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്, നമ്മൾ അതിൽ നിന്നൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ മതി. അപ്പോൾ ഇൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക് എന്ന പേരിൽ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളൊരു മെമ്മറി സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡ് പോലെ തന്നെ അല്ലെങ്കിൽ കാർ പോലെ ഇൻഡ് ഫ്ലോട്ട് പോലെ ഒരു ടൈപ്പ് യൂസറിൻ്റെ രീതിയിൽ ഡിഫൈൻ ചെയ്യണം. അപ്പം നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്യാണ് ഞാൻ ഇന്ന ടൈപ്പാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത് പറയണം. അപ്പോൾ അതിന് ഡിഫൈൻ ചെയ്യാനായിട്ട് കീവേഡ് സ്ട്രക്റ്റ് എന്ന് കീവേഡ് കൊടുക്കുക. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആ മോഡലിന് ഒരു പേര് കൊടുക്കുക. ഇപ്പം ഞാൻ ഹൗസ് എന്ന് കൊടുത്തു. അപ്പോൾ സ്ട്രക്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രക്ചർ ടൈപ്പാണ്. ഈ ഹൗസ് ഈസ് എ സ്ട്രക്ചർ ടൈപ്പ് എന്ന് വെച്ചാൽ യൂസർ ഇപ്പോഴത്തെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. ഇൻ മെമ്പർ വേരി കേളി ബ്രാക്കറ്റ്. അപ്പോൾ ഈ ഹൗസ് എന്നുള്ള സ്ട്രക്ചർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൽ എന്തൊക്കെ മെമ്പേഴ്സ് ആണെന്ന് അവിടെ എഴുതണം. അപ്പോൾ ഇൻറ്റീജർ ടൈപ്പിൽ റൂംസ് എന്ന് പേരുള്ള ഈ റൂംസ് എന്നുള്ള വേരിയബിളിൽ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ, സൈസ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഫ്ലോട്ട് ടൈപ്പ് ഡാറ്റ. അപ്പോൾ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ സ്ട്രക്ചർ ഡെഫിനിഷൻ ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ ഇട്ടിട്ട് ക്ലോസ് ചെയ്യുന്നു. ഇനി അപ്പം നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ, അപ്പോൾ ഇത് ഡെഫിനിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള, ആക്ച്വലി ഒന്നും മെമ്മറിയിൽ വന്നിട്ടില്ല, ജസ്റ്റ് ലൈക്ക് എ മോഡൽ. ഇത് ഓൺലി ഒരു മോഡലായിട്ടുള്ളൂ, ഒരു പ്ലാൻ ആയിട്ടുള്ളൂ. ഇനി ഈ മോഡൽ പ്രകാരം കണ്ടിട്ട് നമുക്കൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. ഇതിപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെഫിനിഷൻ ഓൺലി അത് മോഡല് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ മെമ്മറിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി മെമ്മറിയിലേക്ക് ഈ മോഡൽ ഒരു വേരിയബിളിനെ മെമ്മറിയിൽ നമുക്ക് കൊണ്ടുവരണം. അതിനുള്ള സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യണം. അതിനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ. ഈ മോഡലിൽ നിന്ന് ഒരു വേരിയബിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഡിക്ലെയറിങ് സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം അലോക്കേറ്റ്സ് മെമ്മറി ഫോർ സ്റ്റോറിങ് ഡാറ്റ ഓഫ് ദി സ്ട്രക്ചർ ടൈപ്പ്. ഈ ടൈപ്പിൽ ഒരു ഡാറ്റയെ, ഈ ടൈപ്പിലുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അവിടെ അലോക്കേറ്റ് മീൻസ് റിസർവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം ഇൻസ്റ്റൻസ് എന്ന് പറയാം. ഈ മോഡലിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെച്ച മോഡൽ പ്രകാരം ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ എഴുതണ്ടേ? നമുക്ക് ഇങ്ങനെ എഴുതണ്ടേ, സ്ട്രക്റ്റ് ഹൗസ്. ഈ മോഡൽ പ്രകാരം മൈ ഹൗസ്. അപ്പോൾ മൈ ഹൗസിൻ്റെ ടൈപ്പ് എന്താ? ഹൗസ്. നമ്മൾ ഇൻഡ് മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താ? ഇൻഡ്. അതുപോലെ മൈ ഹൗസ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പാണ് ഹൗസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്റ്റ് ഹൗസ്. യൂസർ ഡിഫൈൻ ചെയ്യുന്ന, സ്ട്രക്റ്റ് മീൻസ് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഹൗസ് എന്ന് പറഞ്ഞ ടൈപ്പ്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഈ മോഡൽ പ്രകാരം മെമ്മറിയിൽ എന്ത് സംഭവിക്കുന്നു? പ്രോഗ്രാം ഈ വേരിയബിളിനെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത് ഈ മൈ ഹൗസ് എന്നുള്ള പേരിൽ. ഞാനത് റിയൽ ലൈഫ് തന്നെ വെച്ചിട്ടൊന്ന് പറഞ്ഞു തന്നാണ് മനസ്സിലാവാൻ വേണ്ടി. ഞാൻ എൻ്റെ പ്രോഗ്രാം ഒക്കെ പറഞ്ഞുതരാം. ഉണ്ട് സ്ട്രക്റ്റ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ എഴുതാൻ സ്ട്രക്റ്റ്, ഇപ്പം ഞാൻ എൻ്റെ ഡെഫിനിഷൻ ഡിക്ലെയർ ചെയ്യുക ഇങ്ങനെ എഴുതി. എനിക്ക് വേണമെങ്കിൽ ഡെഫിനിഷൻ ചെയ്യുമ്പോൾ തന്നെ, ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രക്ചർ ഡെഫിനിഷൻ ക്ലോസ് ചെയ്യില്ലേ, സെമിക്കോൺ ഇട്ടിട്ടാണ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് C++ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയണത് ഇതൊക്കെ ഒരു ഭാഷയാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഭാഷ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതാനുള്ള ഭാഷ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഹ്യൂമൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മലയാളം, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ ഹ്യൂമൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഏത് ഭാഷയിലും നമ്മൾ ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ അവസാനിച്ചു എന്ന് പറയാം. ഇവിടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ C++ൽ എഴുതിയ ഫുൾ സ്റ്റോപ്പാണ്, സിയിൽ എഴുതിയ ഫുൾ സ്റ്റോപ്പാണ് സെമിക്കോളൻ. അപ്പോൾ സെമിക്കോളൻ, അപ്പോൾ ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് അവസാനിച്ചു എന്ന് കാണിക്കാനാണ് സെമിക്കോളൻ ഇടുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഈ സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് വേരിയബിളിനെ എനിക്ക് ഡിക്ലെയർ ചെയ്യുന്നു, മൈ ഹൗസ് എന്ന് പറയും. അപ്പോൾ മൈ ഹൗസ് എവിടെയാണ് ഡിഫൈൻ ചെയ്തത്? ഡിക്ലെയർ ചെയ്ത് ഈ വേരിയബിളിനെ എപ്പോഴാണ് ഡിക്ലെയർ ചെയ്തത്? ഡെഫിനിഷൻ, ഇൻസൈഡ് ദ ഡെഫിനിഷൻ. അപ്പോൾ ഇൻസൈഡ് ദ ഡെഫിനിഷനിൽ ആ വേരിയബിളിൻ്റെ പേര് എഴുതിയാൽ മതി. പക്ഷെ ഔട്ട്സൈഡ് ഞാനിവിടെ ഡെഫിനിഷനൊക്കെ അവസാനിപ്പിച്ചു. ഇനി പുറത്ത് മെയിനുള്ളിലൊക്കെ നമുക്കൊരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഫുൾ നെയിം കൊടുക്കണം. സ്ട്രക്റ്റ് ഹൗസ് എന്ന് കൊടുത്തിട്ട് ആ വേരിയബിളിൻ്റെ പേര്, സ്ട്രക്റ്റ് ഹൗസ് എന്ന് കൊടുത്തിട്ട് ആ വേരിയബിളിൻ്റെ പേര്. അത് ഞാൻ ഒന്നും കൂടി മനസ്സിലാക്കി തരാം. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സ്ട്രക്റ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ വേറൊരു സ്ട്രക്ചർ, എൻ്റെ ഒരു വേറൊരു മോഡൽ ഞാൻ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻ്റെ മോഡലിൻ്റെ പേര് ടേബിൾ എന്നാണ്. എനിക്ക് ടേബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടൈപ്പ്,
ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് എന്തിനാ, ഡാറ്റ ടൈപ്പ് എന്തിനാ, മെമ്മറിയിൽ എത്ര സ്പേസ് എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം ഡാറ്റ ടൈപ്പ്. ഏറെ ഡാറ്റ ടൈപ്പിൽ ഒന്നിലധികം ഡാറ്റയെ ഒറ്റ പേരിൽ സ്റ്റോർ ചെയ്യാവുന്ന ഒരു മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ സ്ട്രക്ചർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വേരിയബിൾസ്, ഏതെല്ലാം ടൈപ്പ് വേരിയബിൾ എത്ര സൈസ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് യൂസർ തീരുമാനിക്കുന്നതാണ്. അപ്പം ഞാൻ തീരുമാനിച്ച എൻ്റെ ഒരു മോഡൽ, എൻ്റെ ഒരു ഡാറ്റ ടൈപ്പ് ഞാൻ ടേബിളിൽ നിന്ന് പേരിട്ടു. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ആ യൂസർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പിൻ്റെ പേരാണ് ടേബിൾ. എന്നിട്ട് ബ്രാക്കറ്റ് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് കെളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മെമ്മറിയിൽ ഈ ടേബിൾ എന്ന് പറഞ്ഞ ടൈപ്പിൽ എന്തൊക്കെ മെമ്പർ വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഈ ടേബിളിന് ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് 3 മെമ്പർ വേരിയബിൾസ് ഉണ്ട്. ഇൻറ്റീജർ ടൈപ്പിലുള്ള ലെങ്ത്തും, ഇൻറ്റീജർ ടൈപ്പിൽ ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന വിഡ്ത്ത് എന്ന് പേരുള്ള ഒരു വേരിയബിൾ, പിന്നെ ഹൈറ്റ്. ഈ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് വേരിയബിൾ എന്നുള്ള കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ മെമ്മറി സ്പേസിനെയാണ് വേരിയബിൾ എന്ന് പറയുക, ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി സ്പേസിനെ. അതിൽ ഡാറ്റ ടൈപ്പ് പറഞ്ഞതനുസരിച്ച് ഇൻറ്റ് എന്ന് പറയുമ്പോൾ 4 ബൈറ്റ് മെമ്മറി സ്പേസ്, അത് ഇൻറ്റീജർ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ മെമ്മറി സ്പേസ് എടുക്കും. ഫ്ലോട്ടിന് ഇതുപോലെ തന്നെ 4 ബൈറ്റ് തന്നെ. ഇൻറ്റീജർ അത് ഫ്ലോട്ട് ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമൽ പാർട്ടിനെ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ 10.5 എന്ന് പറഞ്ഞ ഫ്ലോട്ടിൽ നമുക്ക് 10.5 സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻറ്റീജർ ടൈപ്പിൽ ഞാൻ 10.5 കൊടുക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുന്നറിയോ, ആ 10 മാത്രമേ അവിടെ അസൈൻ ചെയ്യുള്ളൂ, ഇൻറ്റീജർ പാർട്ട് മാത്രമേ അസൈൻ ചെയ്യുള്ളൂ. അങ്ങനെയാണ് ആ മെമ്മറി വേരിയബിൾ അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 1 ലിറ്റർ ബോട്ടിൽ, 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 1.5 ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവുക, 1 ലിറ്റർ അതിൽ ഹോൾഡ് ചെയ്യണം. അതിൻ്റെ കപ്പാസിറ്റി അത്രയ്ക്കുള്ള 1/2 ലിറ്റർ അവിടെ പോകും, 0.5 അവിടെ പോകും. അതേസമയം 1 ലിറ്ററിൽ 1 ലിറ്റർ ഒഴിക്കാൻ പറ്റും. അതുപോലെയാണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമൽ പാർട്ട് അതിൽ അസൈൻ ചെയ്യില്ല. ഇൻറ്റീജർ പാർട്ട് എത്രയ്ക്കുണ്ടോ, ഫ്ലോട്ട് അല്ല ഇൻറ്റീജർ ടൈപ്പ് വേരിയബിളിന് ഇൻറ്റീജർ പാർട്ട് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ, ഡെസിമൽ പാർട്ട് സ്റ്റോർ ചെയ്യില്ല. അതാണ് ഇൻറ്റീജർ വേരിയബിൾ ആൻഡ് ഫ്ലോട്ട് വേരിയബിൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പല തരത്തിലുള്ള വേരിയബിൾ ഉണ്ട്. അപ്പം നമുക്ക് എന്തിനാ മെമ്മറിയിൽ മാക്സിമം എന്താ പറയുക, മെമ്മറി മാനേജ്മെൻറ്റ്, മെമ്മറിയിൽ സ്പേസ് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഡാറ്റ ടൈപ്പ്, യൂസർ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റ ടൈപ്പിന് ഞാനൊരു പേര് കൊടുത്തു ടേബിളിന്. ഇനി ഈ ടേബിളിൽ എനിക്ക് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾസ് ഉണ്ട്. ഇൻറ്റീജർ ടൈപ്പ് ലെങ്ത്ത്, ഇൻറ്റീജർ ടൈപ്പ് വിഡ്ത്ത്, ഫ്ലോട്ട് ടൈപ്പ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഡെഫിനിഷൻ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇങ്ങനെ ഡെഫിനിഷൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കമ്പൈലറിനോട് പറയണ എൻ്റെ ടേബിളിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. ഈ ടേബിൾ എന്ന് പറഞ്ഞൊരു ടൈപ്പ്, യൂസറായിട്ടൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി ടേബിൾ ടൈപ്പിൽ നിന്ന് നമുക്ക് എത്ര വേരിയബിൾസിനെ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. പക്ഷേ ഏത് വേരിയബിളും ടേബിൾ ടൈപ്പിൽ നിന്ന് ഡിക്ലെയർ ചെയ്തോ അതെല്ലാം ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത പോലെ ഇരിക്കും, ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എടുത്ത പോലെ ഇരിക്കും. ഈ ടേബിളിൽ എന്തൊക്കെയുണ്ടോ ആ ടേബിളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റൻസിനും ഇതിലുള്ള അതേപോലെ തന്നെയായിരിക്കും വേരിയബിൾസും സൈസൊക്കെ. അപ്പം നമുക്കിതിൽ നിന്ന് ഇപ്പം ഇത് ഒരു മോഡൽ, അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മോഡലേ വന്നിട്ടുള്ളൂ, മെമ്മറിയിലൊന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അത് പ്രത്യേകം ഓർക്കുക. കണ്ട മോഡൽ, ടേബിളിൻ്റെ ഒരു മോഡൽ ഞാൻ അവിടെ പറഞ്ഞ് ഡിസൈൻ ചെയ്ത് വെച്ചു. ഇനി ഈ മോഡൽ പ്രകാരം നമുക്ക് 2 ടേബിൾ, ഡൈനിങ് ടേബിളും സ്റ്റഡി ടേബിളും ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ വേരിയബിൾ, ഫസ്റ്റ് ഈ മോഡൽ പ്രകാരം യൂസറിൻ്റെ ടൈപ്പ് പ്രകാരം 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വേരിയബിൾ എന്ന് വെച്ചാൽ ആ ടൈപ്പിലുള്ള മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഡാറ്റ ടൈപ്പിനെ കുറിച്ചൊരു കറക്റ്റ് ഐഡിയ വേണം കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരുന്നത് വീണ്ടും. ഇപ്പം ഇൻ്റെ മാർക്ക് എന്ന് കൊടുത്ത് എന്താ സംഭവിക്കുക, മെമ്മറിയിൽ മാർക്ക് എന്ന പേരിൽ ഒരു വേരിയബിൾ മീൻസ് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നു. ഇതിന് പേരാണ് മാർക്ക്, ഇതിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ ടൈപ്പാണ്, 4 ബൈറ്റ് മെമ്മറി സ്പേസ്. അതേപോലെ നമുക്ക് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ടൈപ്പ്, ഇൻറ്റ് ടൈപ്പ് പോലെ യൂസർ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ടൈപ്പിൽ നിന്ന് ഒരു വേരിയബിൾ, ഇപ്പം മാർക്ക് ഈസ് എ വേരിയബിൾ നെയിം. ഇവിടെ വേരിയബിൾ എനിക്ക് ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡൈനിങ് ടേബിൾ, ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഏത് ടൈപ്പിൽ നിന്ന്, ടേബിൾ ടൈപ്പിൽ നിന്ന്. അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, നമുക്ക് ഒന്നുകിൽ ഡെഫിനിഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇൻസൈഡ് ദ ഡെഫിനിഷനിൽ ഞാൻ വേരിയബിളിൻ്റെ പേര് എഴുതിയാൽ മതി. ഇപ്പം ഞാൻ ഇൻസൈഡ് ദ ഡെഫിനിഷൻ സെമിക്കോളൻ ഇടുന്നതിന് മുൻപ് ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും, മെമ്മറിയിൽ ഈ ടേബിളിൻ്റെ ഇതേപോലെ ഈ ടേബിൾ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചല്ലോ, ഈ മോഡൽ ഇതേ ടൈപ്പ് ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എടുത്ത പോലെ മെമ്മറിയിൽ ഇത്ര സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഹൗ മച്ച് മെമ്മറി സ്പേസ് അലോക്കേറ്റഡ് എന്ന് വെച്ചാൽ ലെങ്ത്തിന് ഇൻറ്റീജർ, അപ്പം 4 ബൈറ്റ്, വിഡ്ത്തും 4 ബൈറ്റ്, ഫ്ലോട്ട് 4, അപ്പം 4 + 4 + 4, 8 × 4 12 ബൈറ്റ് മെമ്മറി സ്പേസ് മൊത്തം അവിടെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ എത്രയും മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത്
12 അത്രയും മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യും, അത്രയും ബൈറ്റ്സ് ഓഫ് മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്തത്, ടേബിൾ എന്ന് പറഞ്ഞ മോഡലിൽ നിന്ന് ഒരു ഇൻസ്റ്റൻസ് ഡൈനിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അപ്പം ഞാൻ ഇവിടെ ഒരു വേരിയബിളിനെ ഞാൻ ഇൻസൈഡ് ദ ഡെഫിനിഷൻ ചെയ്തു. ഇനി എനിക്കൊരു സ്റ്റഡി ടേബിൾ കൂടെ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ഔട്ട്സൈഡ് ദ ഡെഫിനിഷനിൽ ചെയ്യാൻ വേണം. അപ്പോൾ ഏത് തരത്തിൽ നമുക്ക് ചെയ്യാം, ഇൻസൈഡ് ദ ഡെഫിനിഷനും ഔട്ട്സൈഡ് ദ ഡെഫിനിഷൻ. ഔട്ട്സൈഡ് ദ ഡെഫിനിഷനിൽ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ്, ഇപ്പം ഞാനൊരു ടേബിൾ, എനിക്ക് സ്റ്റഡി ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡെഫിനിഷനൊക്കെ ക്ലോസ് ചെയ്തു, സെമിക്കോണൊക്കെ ഇട്ടു, ഡെഫിനിഷനിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ഇനി മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഔട്ട്സൈഡിലാണ് കേട്ടോ ഞാൻ ഈ സ്ട്രക്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഏത് ടൈപ്പ് എന്ത് കാര്യവും മെയിൻ ഫംഗ്ഷൻ ഔട്ട്സൈഡിൽ, എല്ലാ ഫംഗ്ഷൻ ഔട്ട്സൈഡിൽ നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യോ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യോ എന്ത് ചെയ്താലും അത് ഗ്ലോബലായിരിക്കും. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ എവിടെയാ പ്രോഗ്രാമിൽ എവിടെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആവട്ടെ ഫംഗ്ഷൻ ആവട്ടെ, എവിടെയാണ് ഡിക്ലെയർ ചെയ്തത് ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ഈ ടേബിൾ മോഡലിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ ഗ്ലോബൽ വേരിയബിളാണ്, കാരണം എല്ലാ ഫംഗ്ഷൻ ഔട്ട്സൈഡിലല്ലേ. അപ്പോൾ എല്ലാ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ആ വേരിയബിളിൻ്റെ പേരെന്താണ്, സ്റ്റഡി ടേബിൾ. അപ്പോൾ മെയിൻ ഡെഫിനിഷൻ ഔട്ട്സൈഡിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഫുൾ നെയിം ആയിരിക്കണം ആ വേരിയബിളിൻ്റെ ഡിക്ലറേഷനിൽ എഴുതേണ്ടത്. ഫുൾ നെയിം എന്ന് വെച്ചാൽ ഏത് ടൈപ്പിലെ, സ്ട്രക്ട് ടേബിൾ എന്ന് പറഞ്ഞ ടൈപ്പിലെ സ്റ്റഡി ടേബിൾ എന്ന് പ്രത്യേകം പറയണം. ഇവിടെ സ്ട്രക്ട് ടേബിൾ എന്നൊന്നും പ്രത്യേകം പറയണ്ട, കാരണം ഡെഫിനിഷൻ്റെ ഇൻസൈഡാണ്. ഡെഫിനിഷന് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഏത് ടൈപ്പിലത്തെ വേരിയബിളാണ്, ടേബിൾ ടൈപ്പിലാണോ, ഇൻറ്റ് ടൈപ്പാണോ, ഫ്ലോട്ട് ടൈപ്പാണോ, ഏത് ടൈപ്പാണെന്ന് പ്രത്യേകം എടുത്ത് പറയണം. ഇപ്പോൾ സ്ട്രക്ട് ടേബിൾ യൂസർ ഡിഫൈൻ, സ്ട്രക്ട് അർത്ഥമാക്കുന്നത് യൂസർ ഡിഫൈൻ ചെയ്യുന്നൊരു ടൈപ്പ്. പേര് ടേബിൾ, ടേബിളിന് പേരിൽ യൂസർ ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പ് പ്രകാരമുള്ള സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ ടൈപ്പ് ഏതാണ്, ടേബിൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചില്ലേ ആ ടൈപ്പ്, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എടുത്ത പോലെ അതിലുള്ളത് എന്തൊക്കെയോ ഉണ്ടോ അത്രയും സ്പേസ് അവിടെ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നു. അലോക്കേറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്യുന്നു. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ ഒരു അനഘയുണ്ട്. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ വന്നിട്ട് അനഘ എന്നേ ഞാൻ വിളിക്കുള്ളൂ, കമ്പ്യൂട്ടർ സയൻസിൽ അനഘ എന്ന് പറയാറില്ല. അപ്പോൾ ആ ഡെഫിനിഷനുള്ളിൽ എന്ന് വെച്ചാൽ ആ ക്ലാസ്സിനുള്ളിൽ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അനഘ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിന് പുറത്ത്, സ്കൂളിന് പുറത്തൊക്കെ കാണുകയാണെങ്കിൽ, ഇപ്പോൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ പറയാം ആ കമ്പ്യൂട്ടർ സയൻസിൽ അനഘയല്ല പോണേന്ന് ചോദിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ അനഘയാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കും. അതേസമയം കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ നിന്നിട്ട് കമ്പ്യൂട്ടർ സയൻസ് അനഘ എന്ന് പറയേണ്ട കാര്യമില്ല, നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, അത് ആ ക്ലാസ്സിനുള്ളിലാണ്. പക്ഷെ പുറത്ത് വരുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞ് ഇന്ന ക്ലാസ്സിലെ കുട്ടി എന്ന് പറയണം. അതുപോലെ തന്നെ ഡെഫിനിഷൻ്റെ ഇൻസൈഡിൽ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ വേരിയബിൾ നെയിം പറഞ്ഞാൽ മതി, അതാണ് ഡൈനിങ് ടേബിൾ എന്ന് മാത്രം പറഞ്ഞത്. പക്ഷേ ഡെഫിനിഷൻ ഔട്ട്സൈഡിൽ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എവിടത്തെ ഏത് പല ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ ഏത് ടൈപ്പിലെ സ്റ്റഡി ടേബിളാണ് എന്ന് പ്രത്യേകം പറയണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫുൾ നെയിം ആയിരിക്കും ഡെഫിനിഷൻ ഔട്ട്സൈഡിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ സ്റ്റഡി ടേബിൾ, അപ്പോൾ ഡൈനിങ് ടേബിൾ സ്റ്റഡി ടേബിൾ രണ്ട് വേരിയബിൾ ഓഫ് ടൈപ്പ് ടേബിൾ ടൈപ്പിൽ സ്റ്റഡി ടേബിളും ഡൈനിങ് ടേബിളും ഈ ടൈപ്പിൽ. അപ്പോൾ ഏതാ ടൈപ്പ്, ടേബിൾ ടൈപ്പിലുള്ള ഈ ടൈപ്പിലുള്ള. അപ്പോൾ സ്റ്റഡി ടേബിൾ ആൻഡ് ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഈ ടേബിൾ ടൈപ്പിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി, ഇതാണ് മെമ്മറി. അപ്പോൾ മെമ്മറി മറ്റേത് നമുക്ക് മോഡലായിട്ടുള്ള ഈ സ്പേസ് ആണ് മെമ്മറി. അപ്പോൾ മെമ്മറി സ്പേസിൽ ഇതാണ് മെമ്മറി സ്പേസ്. ഈ മെമ്മറി സ്പേസിൽ അപ്പോൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഉണ്ടോ, രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്കിപ്പോൾ വാല്യൂ കൊടുക്കണമെങ്കിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇത്രയും മെമ്മറി സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, വാല്യൂ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ വാല്യൂ കൊടുക്കാം. വാല്യൂ കൊടുക്കണമെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ലെങ്ത്തിന് എനിക്ക് 20 കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഡൈനിങ് ടേബിൾ ഡോട്ട് ലെങ്ത് ഈക്വൽ ടു 20 കൊടുക്കണം. അല്ലാണ്ട് ലെങ്ത് ഈക്വൽ ടു 20 കൊടുത്താൽ അവിടെ ഡൈനിങ് ടേബിളുണ്ട് സ്റ്റഡി ടേബിളുണ്ട്, രണ്ട് വേരിയബിളിനും ലെങ്ത് ഉണ്ട്. ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഡൈനിങ് ടേബിൾ ഡോട്ട് ലെങ്ത് ഈക്വൽ ടു 20, അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ലെങ്ത്തിലേക്ക് അവിടെ വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പോൾ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളിനെ
ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഡോട്ട് ഓപ്പറേറ്റർ. അതേസമയം എറേ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. എറേയുടെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിരുന്നു, അത് കേൾക്കണം കേട്ടോ കേൾക്കാത്തവർ. ഇപ്പം ഡൈനിങ് ടേബിൾ ഡോട്ട് ലെങ്ത് 20 എന്ന് കൊടുത്തു. ഇനി ഡൈനിങ് ടേബിളിൻ്റെ വിഡ്ത്ത് നമുക്ക് 10 കൊടുക്കണമെങ്കിൽ ഡൈനിങ് ടേബിൾ ഡോട്ട് വിഡ്ത്ത് 10. അടുത്ത ഡൈനിങ് ടേബിൾ ഡോട്ട് ഹൈറ്റ് എന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡൈനിങ് ടേബിൾ ഡോട്ട് ഹൈറ്റ്. അതുപോലെ നമുക്ക് സ്റ്റഡി ടേബിൾ ഡോട്ട് ലെങ്ത് 50 എന്ന് കൊടുത്താൽ സ്റ്റഡി ടേബിൾ ഡോട്ട് ലെങ്ത്, സ്റ്റഡി ടേബിൾ ഡോട്ട് വിഡ്ത്ത്, സ്റ്റഡി ടേബിൾ ഡോട്ട് ഹൈറ്റ്. അപ്പം 2 ഇൻസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ 2 വേരിയബിൾസ്. ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞൊരു വേരിയബിൾ മീൻസ് ഈ വേരിയബിൾ ഈ ടൈപ്പാണ്, യൂസർ ഡിഫൈൻ ചെയ്ത ടൈപ്പിലാണ് ഈ വേരിയബിൾ. വേരിയബിൾ മീൻസ് ഈ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂസർ ഡിഫൈൻ ചെയ്ത പോലെ ലെങ്ത്തിന് ഇൻറ്റീജർ, ഈ വേരിയബിൾ ഇൻറ്റീജർ ടൈപ്പ്. പിന്നെ ആ വേരിയബിളിന് പേര് ലെങ്ത് എന്ന് കൊടുത്തു. പിന്നെ ഈ വിഡ്ത്ത് ഇൻറ്റീജർ ടൈപ്പ്, പേര് വിഡ്ത്ത് എന്ന് കൊടുത്തു. ഈ വേരിയബിൾ ആണെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ്, പേര് ഹൈറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഡൈനിങ് ടേബിളിൽ എന്ന് പറഞ്ഞാൽ മെമ്മറി ഇത്രയും റിസർവ് ചെയ്ത്, അലോക്കേറ്റ് മീൻസ് റിസർവ് ചെയ്തിട്ടു. സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ റിസർവ് ചെയ്തിട്ട് വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ ഈ ടേബിൾ ടൈപ്പിലെ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കണം, ഡിഫൈൻ ചെയ്യുമ്പോൾ മോഡലായിട്ടുള്ള ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് മെമ്മറിയിൽ. അപ്പോൾ ഡിക്ലറേഷൻ എന്തിനാ? കമ്പൈലറിനോട് പറയണ, കമ്പൈലറെ ഈ മോഡൽ അവിടെ മെമ്മറി സ്പേസ് റിസർവ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്ട്രക്ട് ടേബിൾ, സ്റ്റഡി ടേബിൾ നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓരോ വരിനെയും ഓരോ ലൈനെയും ഒരു ഭാഷയിൽ എഴുതുന്ന ഓരോ സെന്റൻസിനെയും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്ന ഓരോ സെന്റൻസിനെയും പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഓരോ സെന്റൻസിന് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ്, ഓരോ സെന്റൻസിന് സെന്റൻസ് എന്ന് പറയുന്ന പകരം നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെന്റ്. ഓരോ സ്റ്റേറ്റ്മെന്റ് എന്താ, ഓരോ വാചകം, ഓരോ സെന്റൻസ് കഴിയുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം പ്രോഗ്രാമിൽ സെമിക്കോളൻ ഇടും. പിന്നെ നമ്മൾ ഇതിനെ എന്താ പറയുക, നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്ലെയർ ചെയ്യാണ്, ഞാൻ ഇന്ന ആളാണെന്ന് അവിടെ ഡിക്ലെയർ ചെയ്യുക. കമ്പൈലറിനോട് ഡിക്ലെയർ ചെയ്യണം, വിജ്ഞാപനം നടത്തുക. അപ്പോൾ സ്റ്റഡി ടേബിൾ, സ്ട്രക്ട് ടേബിൾ, സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞാൽ കമ്പൈലറിനെ ഡിക്ലെയർ ചെയ്യാണ്. സ്റ്റഡി ടേബിൾ എന്ന് പറയുന്ന ഞാൻ ആരാണ്? ടേബിൾ രൂപത്തിലുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ ടേബിളിൽ എന്തൊക്കെയാണ്? അപ്പോൾ പറയുന്ന കമ്പൈലറെ ഞാൻ സ്റ്റഡി ടേബിൾ, ഈ ടേബിൾ യൂസർ ഡിഫൈൻ, സ്ട്രക്ട് ടേബിൾ യൂസർ ഡിഫൈൻ ചെയ്ത ടേബിൾ മോഡലിലുള്ള ഒരു വേരിയബിൾ ആണ്. അപ്പോൾ എനിക്ക് ഇത്രയും മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യണം എന്ന് കമ്പൈലറിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെന്റും കമ്പൈലറിനോട് കൊടുക്കുന്ന നിർദ്ദേശമാണ്. കമ്പൈലറെ ഇന്ന ചെയ്യൂ, കമ്പൈലറെ ഇന്ന ചെയ്യൂ എന്ന് യൂസർ പറയുന്നത് പ്രോഗ്രാമിംഗ് ഭാഷയിൽ പറയുന്ന രീതിയാണ് ഈ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമുക്കിപ്പോൾ ടേബിൾ അപ്പോൾ കണ്ടത്, ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ഒരു ടേബിൾ മോഡൽ ക്രിയേറ്റ് ചെയ്തു. ടേബിൾ മോഡലിൽ നിന്ന് 2 ഇൻസ്റ്റൻസ് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്തു. സ്റ്റഡി ടേബിളും ഡൈനിങ് ടേബിളും വാല്യൂ കൊടുത്തു. അതുപോലെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു. ഇത് ഞാൻ ഈ സ്ട്രക്ചറിൻ്റെ ആവശ്യം ഞാനൊരു ചെറിയൊരു കഥ പോലെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, രാമും രാജും. ഈ രാമിനും രാജിനും കൂടി അമ്മ 2 കബോർഡ് മേടിച്ചിട്ട് അമ്മ പറഞ്ഞു, രാമിൻ്റെ ഷർട്ടും രാജിൻ്റെ ഷർട്ടും, 2 മക്കളെ ഷർട്ട് ഇടാൻ ഷർട്ട് പാൻസ് ഒരു കബോർഡിൽ വയ്ക്കുക, അതിനുള്ള സ്ഥലം കൊടുത്തു. മറ്റേ കബോർഡിൽ 2 പേരെയും അണ്ടർ ഗാർമെൻറ്റ്സും ബെൽറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷെ 2 പേരെയും ഇപ്പോൾ ഒരു കബോർഡിൽ 2 പേര് ഷർട്ടുകൾ, മറ്റേ കബോർഡിൽ 2 പേരെയും, അപ്പോൾ 2 പേരുടെയും എന്താ പറയുക, 2 വ്യക്തികളെ, 2 കുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും വെച്ചാൽ ഒരു ഷർട്ട് പാൻറ്റൊക്കെ ഒരു കബോർഡിലും മറ്റു കാര്യങ്ങൾ വേറെ കബോർഡിലും. അപ്പോൾ വെച്ചാൽ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. 2 ആൾ ഓടിപ്പോയി, രാം എടുത്ത് കബോർഡ് തുറക്കും, ഷർട്ട് എടുക്കും, രാജ് എടുത്ത് ആ കബോർഡിനെ തുറന്ന് അവൻ്റെ ഷർട്ട് ഇടും. ചിലപ്പോൾ കൊണ്ട് തിരിച്ച് വയ്ക്കുമ്പോൾ 2 ആളും എടുത്ത് വയ്ക്കും. അങ്ങനെയൊക്കെ ഹറിബറി ആയിട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ ഇവ എടുത്ത് മറ്റവൻ്റെ ഷർട്ട് ഇടും, രാജ് എടുത്ത് രാമിൻ്റെ ഷർട്ട് ഇടും. ഇതെന്നും ബഹളമാണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ കുട്ടികൾ എപ്പോഴും രാവിലെ ആകെ ഹറിബറിയും ബഹളവും പ്രശ്നം. ഇപ്പം അമ്മ പറഞ്ഞു, വേണ്ട, ഇനി ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഒരു കബോർഡ്, അപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ, അപ്പം രാമിൻ്റെ കാര്യങ്ങളൊക്കെ രാമിൻ്റെ സ്ഥലത്ത് വെക്കട്ടെ, രാജിൻ്റെ കാര്യങ്ങളൊക്കെ രാജിൻ്റെ കബോർഡിൽ വെക്കട്ടെ പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു കബോർഡ് ഡിസൈൻ ചെയ്തൊരു മോഡൽ ഉണ്ടാക്കി. എന്നുവെച്ചാൽ ആ മോഡലിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന പോർഷൻ ഷർട്ട് ഇടാൻ പ്ലേസ് വേണം, പാൻസ് ഇടാൻ പ്ലേസ് വേണം, അണ്ടർ ഗാർമെൻറ്റ്സും ബെൽറ്റൊക്കെ വെക്കാൻ, അങ്ങനെ ഓരോന്നിനും ഇത്ര സ്പേസ് ഡിസൈൻ ചെയ്ത്, ഒരു മോഡൽ ഡിസൈൻ ചെയ്ത് ആശാരിക്ക് കൊടുത്ത്, എനിക്ക് ഇങ്ങനത്തെ ഒരു കബോർഡ് പണിത് തരണം. അപ്പോൾ ആ മോഡലിനെ നമ്മൾ എന്താ പറയുക, അതാണ് ഡെഫിനിഷൻ. അമ്മ ഡിഫൈൻ ചെയ്യുന്നു, ഈ കബോർഡ് ഇന്ന പോലെ ആയിരിക്കണം എന്ന് അമ്മ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഡെഫിനിഷൻ പ്രകാരം, ആ രൂപപ്രകാരം ആശാരി 2 കബോർഡ്, അപ്പോൾ 2 കബോർഡ് പണിയിച്ചു. ആശാരി 2 കബോർഡ് പണിയിച്ചു. ഒരു കബോർഡിന് അമ്മ ലേബൽ ചെയ്ത് രാമെന്നും മറ്റേ കബോർഡിന് ലേബൽ ചെയ്ത് രാജെന്നും, 2 പേർക്ക് ലേബൽ ചെയ്ത് കൊടുത്തു. ഇനി രാം ഡോട്ട് ഷർട്ട്, രാമിൻ്റെ ഷർട്ടുകളൊക്കെ രാമിൻ്റെ കബോർഡിൽ,
രാം ഡോട്ട് പാൻസ് രാമിൻ്റെ കബോർഡിൽ, രാജ് ഡോട്ട് ഷർട്ട് രാജിൻ്റെ കബോർഡിൽ, രാജ് ഡോട്ട് അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതെന്താ ഗുണം? അപ്പോൾ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു വശത്ത് വെച്ചാൽ മതി. അപ്പോൾ അതാണ് റിലേറ്റഡ് ഡാറ്റാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ വൺ നെയിം. ഒറ്റ പേരിൽ ഒരു മെമ്മറിയിൽ ഒരു പാക്കായിട്ട് ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും മെമ്മറിയിൽ ഒരു ഭാഗത്ത് വെക്കുക. ഒരുമിച്ച് കൊണ്ട് വെച്ചു. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ചെയ്ത പോലെ മെമ്മറിയിൽ കേട്ടോ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞത് മെമ്മറിയിൽ ഈ ഡൈനിങ് ടേബിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരുമിച്ചും സ്റ്റഡി ടേബിളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരുമിച്ചും, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ലെങ്ത്ത് സ്റ്റഡി ടേബിളിൻ്റെ ലെങ്ത്ത് മെമ്മറിയിൽ ഒരു ഭാഗത്ത്, ഡൈനിങ് ടേബിളിൻ്റെ വിടുത്ത് സ്റ്റഡി ടേബിളിൻ്റെ വിടുത്ത് ഒരു ഭാഗത്ത്, അങ്ങനെയല്ല വെച്ചത്. ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെമ്മറിയിൽ ഒറ്റ പാക്കായി വെച്ചു. സ്റ്റഡി ടേബിളുമായി ബന്ധപ്പെട്ട അപ്പോൾ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ റിലേറ്റഡ് ഡാറ്റയും ഒറ്റ പാക്കായിട്ട് ഒറ്റ പേരിൽ അറിയപ്പെടുക. അപ്പോൾ നമുക്ക് എന്താ പറയുക ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മെമ്മറി മാനേജ്മെൻറ്റ് ഈസി ആയിരിക്കും. അപ്പം നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഡിക്ലറേഷനിൽ വരുമ്പോൾ പിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡിക്ലർ ചെയ്യണം, കമ്പൈലറിനോട് പറയണം. എന്താ കമ്പൈലറിനോട് ഇവിടെ പറയുന്നത്? മാർക്കുന്ന പേരിൽ ഒരു വേരിയബിൾ, ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് കമ്പൈലറിനോട് പറയുന്നത്. അപ്പോൾ കമ്പൈലറിനോട് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ഡിക്ലെയർ ചെയ്യാം. ഞാൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാ? ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ, ഒരു കണ്ടെയ്നർ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെമ്മറി സ്പേസ് ആണ് അലോക്കേറ്റ് ചെയ്യണമെന്ന് കമ്പൈലറിനോട് ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഇനി ഇതാണെങ്കിലോ ഇതൊരു എറേ വേരിയബിൾ ആണ്. എന്ന് വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടോ അത് എറേ ആണ്, റൗണ്ട് ബ്രാക്കറ്റ് കണ്ടോ അത് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് വേരിയബിൾ ഡിക്ലറേഷൻ ഏത് വേരിയബിൾ, എറേ വേരിയബിൾ ആവട്ടെ, സ്ട്രക്ചർ വേരിയബിൾ ആവട്ടെ, ഫംഗ്ഷൻ വേരിയബിൾ ആവട്ടെ, ഏത് വേരിയബിൾ ആയാലും ആദ്യം ഡാറ്റ ടൈപ്പ് ദെൻ വേരിയബിൾ നെയിം. C++ലൊക്കെ, പൈത്തണിൽ പിന്നെ അങ്ങനെ കൊടുക്കേണ്ട. കണ്ടെയ്നറിലേക്ക് വാല്യൂ എന്താ കൊടുക്കുന്നത് അനുസരിച്ച് ടൈപ്പ് അസൈൻ ചെയ്തോളും. അപ്പോൾ ഇൻ്റെ മാർക്ക് സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടാൽ അത് എറേ ആണ്. എറേയുടെ പേര് മാർക്ക് എന്നാണ്. ആ എറേയിൽ മുഴുവൻ എല്ലാം മൂന്ന് എന്ന് പറഞ്ഞാൽ 3 ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ്. എന്നുവെച്ചാൽ കണ്ടെയ്നർ മൾട്ടിപ്പിൾ ഡാറ്റ സ്റ്റോർ ചെയ്യും. മറ്റേ ഇതിലാണെങ്കിൽ ഒരു ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, നോർമൽ വേരിയബിൾ. അപ്പോൾ മാർക്ക് ഈക്വൽ ടു 60 എന്ന് കൊടുത്താൽ 60 അസൈൻ ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ മാർക്ക് ഈക്വൽ ടു 50 എന്ന് കൊടുത്താൽ 60 എടുത്ത് കളഞ്ഞിട്ടാണ് 50 കൊണ്ടുവയ്ക്കുക. അങ്ങനെ 2 ഡാറ്റ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. പക്ഷേ എറേ വേരിയബിളിൽ 3 കപ്പാസിറ്റി 3 ഡാറ്റ വെക്കാം. പേര് മാർക്കെന്നും 3 മെമ്മറിയിലും ഇൻറ്റീജർ ഡാറ്റ ആയിരിക്കണം. അല്ലാണ്ട് ഇൻറ്റും പ്ലോട്ടും അങ്ങനെ പറ്റില്ല. അപ്പോൾ അതാണ് എറേ വേരിയബിൾ. അപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ എഴുതുക ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, ഡാറ്റ ടൈപ്പ് വേരിയബിൾ ഇത് എറേ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വേരിയബിൾ അപ്പോൾ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ മെമ്മറി സ്പേസ് ഇത്രയും റിസർവ് ചെയ്തിടും. അതാണ് അതിൻ്റെ ആവശ്യം ഡാറ്റ ടൈപ്പിൽ. അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്താൽ ഇത്രയും മെമ്മറി സ്പേസ് അവിടെ റിസർവ് ചെയ്തിടുന്നു. ഇനി സ്ട്രക്റ്റിൻ്റെ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? സ്ട്രക്റ്റ് എന്ന് പേര് കൊടുക്കുന്നത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ്. ആ യൂസർ ഒരു പേരിട്ടു ആ ഡാറ്റ ടൈപ്പിന് ടേബിൾ. ഇൻഡ് പോലെ പ്ലോട്ട് പോലെ യൂസർ ഇട്ട പേരാണ് ടേബിൾ. ടേബിൾ ഈസ് എ ടൈപ്പ്, ഇൻഡ് ഈസ് എ ടൈപ്പ്, പ്ലോട്ട് ഈസ് എ ടൈപ്പ്. അതുപോലെ ടേബിൾ ഈസ് എ ടൈപ്പ്. ബട്ട് ഈ ടേബിൾ ഡിഫൈൻ ചെയ്ത യൂസറാണ് മാത്രം. ടേബിൾ അപ്പോൾ ടേബിൾ ടൈപ്പിൽ സ്റ്റഡി ടേബിൾ ക്രിയേറ്റ് ചെയ്യൂ. ഇൻഡ് ടൈപ്പിൽ ഇൻഡ് എറേ ടൈപ്പിൽ മാർക്ക് ക്രിയേറ്റ് ചെയ്യൂ. ഇൻഡ് നോർമൽ വേരിയബിൾ ഇൻഡ് ടൈപ്പിൽ മാർക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യൂ. ഇൻഡ് ടൈപ്പിൽ മാർക്ക് എന്ന പേരിൽ എറേ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യൂ. കമ്പൈലറിനോട് പറയുന്നതാണ്. ഇവിടെ എന്താണ് ടേബിൾ ടൈപ്പിൽ സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യൂ. അപ്പോൾ ടേബിൾ ടൈപ്പിൽ മെമ്മറി ഇത്ര വേരിയബിൾസ് ഇത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ടേബിളിൽ എന്താണ് ഡിഫൈൻ ചെയ്യിച്ച ആ മോഡലിൽ ഒരു വേരിയബിൾ മീൻസ് എ കണ്ടെയ്നർ. മെമ്മറിയിൽ അത്രയും സ്പേസ് ഉള്ള ഡാറ്റ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ. പക്ഷേ ഈ കണ്ടെയ്നറിൻ്റെ പ്രത്യേകത മൾട്ടിപ്പിൾ ഡാറ്റ ഈ കണ്ടെയ്നറിലേക്ക് ഒറ്റ കണ്ടെയ്നറിൽ മൾട്ടിപ്പിൾ ഡാറ്റ വെക്കുന്നുണ്ടല്ലോ അത്. അപ്പം നമ്മുടെ എഗ് ട്രേയിൽ ഒറ്റ കണ്ടെയ്നറിൽ ഒരു പേരിട്ടിട്ട് എഗ് ട്രേ എന്ന് പേരിട്ടാൽ നമുക്ക് 12 എഗ് വെക്കുന്ന കണ്ടെയ്നർ ഉണ്ട്. മൾട്ടിപ്പിൾ ഡാറ്റ പക്ഷേ സെയിം ഡാറ്റ ആയിരിക്കണം. പക്ഷേ സ്ട്രക്ചർ ടൈപ്പിലാണെങ്കിലോ മൾട്ടിപ്പിൾ ഡാറ്റാസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ നമുക്ക് ലെങ്ത്, ഇൻറ്റീജർ, ഫ്ലോട്ടുള്ള അങ്ങനെ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എറയാണ്. ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് ഒരു ക്ലാസ്സിൽ PTA മീറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ ആദ്യമൊക്കെ ക്ലാസ് ടീച്ചർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കെമിസ്ട്രി ടീച്ചറുടെ കയ്യിൽ കെമിസ്ട്രിയുടെ മാർക്ക് എഴുതാൻ കൊടുത്തു. ഫിസിക്സ് ടീച്ചറിൽ ഈ ക്ലാസ്സിൽ 50 കുട്ടികളും ഫിസിക്സിൻ്റെ മാർക്ക് എഴുതി വയ്ക്കാൻ പറഞ്ഞു. മാത്സ് ടീച്ചറിൽ അങ്ങനെ ഓരോ സബ്ജക്ട് ടീച്ചറുടെ കയ്യിലും ഓരോ ബുക്ക് കൊടുത്തിട്ട് എല്ലാ കുട്ടികളുടെയും അതാത് സബ്ജക്റ്റിനെ മാർക്ക് എഴുതി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ PTA മീറ്റിംഗ് നടക്കുമ്പോൾ എന്താ പ്രശ്നം?
ഒരു കുട്ടീനെ വിളിക്കുകയാണ്. ഇപ്പോൾ അഖിൽ എന്ന് പറഞ്ഞൊരു കുട്ടീനെ വിളിച്ചു. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞ അഖിൽ ഫിസിക്സ് ടീച്ചറെ വിളിച്ച് ഫിസിക്സിൻ്റെ മാർക്ക് പറയൂ, കെമിസ്ട്രി ടീച്ചറെ വിളിച്ച് കെമിസ്ട്രിയുടെ മാർക്ക് പറയൂ. അങ്ങനെ ഓരോ ടീച്ചർമാരെ വിളിച്ച് കുട്ടിയുടെ മാർക്ക് എടുപ്പിച്ചിട്ട് മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഭയങ്കര ടൈം ഡിലേ ആവണം. പിന്നെ പലരുടെ കയ്യിലാണ്, അവരാകെ മറിച്ച് വെക്കണം. ചിലപ്പോൾ ഓർഡറിലൊന്നും ആവില്ല വരെ, പല കുട്ടികളുടെ പേജ് മറിച്ച് വയ്ക്കുക, അങ്ങോട്ട് മറിച്ച് വയ്ക്കുക, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഓരോ ടീച്ചറെ അടുത്തും പോയിട്ട് എക്സ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഇവൻ്റെ ഈ അഖിൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഈ കുട്ടിയുടെ ഡാറ്റ പല സ്ഥലങ്ങളിലായി കിടക്കുക. കെമിസ്ട്രി ഒരു ഭാഗത്ത്, ഫിസിക്സ് ഒരു ഭാഗത്ത്, മാത്സ് ഒരു ഭാഗത്ത്. അതാകെ കൺഫ്യൂഷൻ. അപ്പോൾ ടീച്ചർ ഒരു സൂത്രം ചെയ്തു. ടീച്ചർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുതണ്ട, ഞാനൊരു മോഡൽ ഡിസൈൻ ചെയ്തുതരാം. എന്നിട്ട് ടീച്ചർ പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞൊരു മോഡൽ ഡിസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ ടീച്ചറോട് പറഞ്ഞ് ഇങ്ങനെ ഒരു മോഡൽ അവിടെ ഡിസൈൻ ചെയ്യുമോ, ക്ലാസ് നെയിം ഇങ്ങനെ ഇടണം. അപ്പോൾ ക്ലാസ് നെയിം ഈ വേരിയബിൾ, ഇതൊരു വേരിയബിളാണ്, ഈ വേരിയബിളിൻ്റെ ലേബലാണ് ക്ലാസ് നെയിം. ഈ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിന് ഇട്ട പേരുകളൊക്കെ നമ്മൾ ടോക്കൺസിൽ പറയില്ലേ, ഐഡൻറ്റിഫയർ, എല്ലാ പേരും. റോൾ നമ്പർ, ഇതൊരു വേരിയബിളാണ് റോൾ നമ്പർ. അപ്പോൾ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അറേ ആണ്. റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ, ഇൻറ്റ് റോൾ നമ്പർ. പിന്നെ ഈ നെയിം എന്താണ്, ക്യാരക്ടർ അറേ ആണ്. പിന്നെ മാർക്സ്, ഇതാ ഇൻറ്റീജർ അറേ, 5 മാർക്കുള്ള ഒരു ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് കമ്പ്യൂട്ടർ ടീച്ചർ എടുത്ത് പറഞ്ഞ് ഈ ഡിസൈനിൽ ഒരു മോഡൽ ഉണ്ടാക്കി വെക്കാൻ, ഡിസൈൻ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പം ഇത് എന്തായാലും കമ്പ്യൂട്ടറിൽ ഒരു ഡിസൈൻ ആയിട്ടുള്ള ആക്ച്വലി പ്രോഗ്രസ് കാർഡ് വന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞു ഒരു 50 പ്രോഗ്രസ് കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓരോ കുട്ടിക്കും ഓരോ പ്രിന്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഡിഫൈൻ എങ്ങനെയാണ് ചെയ്തത്, സ്ട്രക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് ടീച്ചർ, സ്ട്രക്റ്റ് മീൻസ് ഇത് ഞാൻ യൂസറാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുന്നു. യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പിൻ്റെ പേര് പ്രോഗ്രസ് കാർഡ് എന്ന് പേരിട്ടു. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാ, ക്യാരക്ടർ ടൈപ്പിൽ, സ്ട്രിങ് ടൈപ്പിൽ ക്ലാസ് നെയിം. അപ്പോൾ നമുക്ക് സ്ട്രിങ് ക്ലാസ് നെയിം എന്ന് കൊടുത്തു. ക്യാരക്ടർ അറേയാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. ഇൻറ്റ് റോൾ നമ്പർ എന്ന് കൊടുത്തു. കാർ നെയിം, ശരിക്കും ഇവിടെ C++ൽ നമുക്ക്, സി ലാംഗ്വേജിൽ നമുക്ക് സ്ട്രിങ് അല്ല കാറാണ് കേട്ടോ, ഞാനിവിടെ ഇത് എഴുതിയതാണ്. കാർ ക്ലാസ് നെയിം ഒരു അറേ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ കൊടുക്കേണ്ട, കാർ ക്ലാസ് നെയിം ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. കാർ ക്യാരക്ടർ അറേ കേട്ടോ. അപ്പോൾ കാർ, പിന്നെന്താ വേണ്ട, ക്ലാസ് അണ്ടർസ്കോർ നെയിം ക്യാരക്ടർ അറേയാണ്. ഇപ്പോൾ ഒരു 15 ക്യാരക്ടർ ഉണ്ട് ക്ലാസ് നെയിം എന്ന് വെച്ചാൽ, അങ്ങനെ എങ്ങനെ കൊടുത്തു. അതുപോലെ തന്നെ നെയ്യും, കുട്ടിയുടെ പേര്, ഇതിന് പകരം ഇതാണ് വേണ്ട കേട്ടോ, ഇത് വെട്ടിക്കളയണം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ക്യാരക്ടർ അറേ ആയിട്ട് എഴുതിയാൽ മതി. എന്താ വേണ്ടത്, ക്ലാസ് നെയ്യും ക്യാരക്ടർ അറേ. പിന്നെ അതുപോലെ തന്നെ സ്ട്രിങ്, ഇതുപോലെ തന്നെ നമ്മൾ എന്താ വേണ്ടത്, കാർ, കുട്ടിയുടെ പേര് നെയ്യും 10. അപ്പോൾ 10 ഇതുള്ള, ഇപ്പോൾ ക്ലാസ്സിൻ്റെ പേര് ഇത്, നെയ്യും ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇൻറ്റ് മാർക്ക് 5 എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കുന്ന പേരിൽ ഇൻറ്റ് മാർക്ക് 5 എന്ന് പറഞ്ഞാൽ മാർക്കുന്ന പേരിൽ ഇതിങ്ങനെ, മാർക്കുന്ന പേരിൽ ഒരു അറേ, ഇൻറ്റീജർ അറേ. അപ്പോൾ കാർ നെയിം എന്ന് പറയുമ്പോൾ, കാർ നെയിം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കാർ നെയിം എന്ന് പറഞ്ഞാൽ നെയിം എന്നുള്ള പേരിൽ 10 ക്യാരക്ടർ സ്റ്റോറിയുള്ള ഒരു അറേ. പിന്നെ കാർ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം എന്ന പേരിൽ 15 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനുള്ള അറേ. ഇൻറ്റ് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ടൈപ്പിൽ റോൾ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള അറേ. ഇൻറ്റ് മാർക്ക് 5 എന്ന് പറഞ്ഞാൽ 5 മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള അറേ. അങ്ങനെ ഒരു പ്രോഗ്രസ് കാർഡ്. ഇങ്ങനെ ഈ സ്ട്രക്ചർ ഡെഫിനിഷനിൽ എന്ത് സംഭവിക്കുന്നു, ജസ്റ്റ് ഡെഫിനിഷൻ ആയിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് എനിക്കൊരു S1 ഒരു കുട്ടിക്ക് അവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ ആക്ച്വലി ഒരു പ്രോഗ്രസ് കാർഡായി. അപ്പോൾ S1 ഡോട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എങ്ങനെ കൊടുക്കേണ്ട, ഈ പ്രോഗ്രസ് കാർഡിൽ നിന്ന് എനിക്ക് S1 എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസ് കാർഡിൽ നിന്ന് സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻറ്റ് 1 എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കണം. എങ്ങനെയാണ് ചെയ്തത്, പ്രോഗ്രസ് കാർഡ് ഏത് ടൈപ്പിലാണ്, പ്രോഗ്രസ് കാർഡ് ടൈപ്പിൽ. അപ്പോൾ സ്ട്രക്റ്റ് പ്രോഗ്രസ് കാർഡ് അങ്ങനെ കൊടുക്കണം കേട്ടോ, സ്ട്രക്റ്റ് പ്രോഗ്രസ് കാർഡ് സ്റ്റുഡൻറ്റ്. അപ്പം നമ്മൾ ഡെഫിനിഷൻ ഔട്ട്സൈഡിൽ ഈ വേരിയബിൾ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫുൾ നെയിം, സ്ട്രക്റ്റ് പ്രോഗ്രസ് കാർഡ്
എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ. ഈ ടൈപ്പിൽ നിന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ, ഡിക്ലറേഷൻ നടത്തുന്നത് സ്റ്റുഡൻറ്റ് 1. അപ്പോൾ കമ്പൈലറിനോട് എന്താ പറയുന്നത്? സ്റ്റുഡൻറ്റ് 1 എന്ന പേരിൽ, എന്താ പേര്? ഈ വേരിയബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് 1 എന്നുള്ള പേരിൽ, ഇത് വേരിയബിൾ നെയിമാണ്. സ്റ്റുഡൻറ്റ് 1 എന്നുള്ള പേരിൽ എന്ത് ചെയ്യണം? ഈ മോഡൽ, ഈ ടൈപ്പിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്ര മെമ്മറി എടുക്കണം? ഇതിൽ പ്രോഗ്രസ് കാർഡിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ മെമ്മറി അവിടെ സ്പേസ് റിസർവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഇതൊരു നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു മോഡൽ എന്താ പറയുക ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആ മോഡലിൽ നിന്ന് ഒരെണ്ണം പ്രിൻ്റ് ഔട്ട് എടുത്തു. അപ്പോൾ ഈ മോഡലിൽ നിന്ന് ഒരെണ്ണം പ്രിൻ്റ് ഔട്ട് പുറത്തേക്ക് ശരിക്കും ആക്ച്വലി ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റുഡൻറ്റ് 1 എന്തൊക്കെ ഉണ്ടാവും? ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ്. ഇതിലുള്ള എല്ലാതും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും തെറ്റുന്ന റോൾ നമ്പർ ഈക്വൽ ടു, ഇപ്പോൾ കുട്ടിയുടെ റോൾ നമ്പർ ഈക്വൽ ടു 101 കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ റോൾ നമ്പർ ഈക്വൽ ടു 101 കൊടുത്താൽ, ഇപ്പോൾ റോൾ നമ്പർ ആണല്ലോ, സ്റ്റുഡൻറ്റ് റോൾ നമ്പർ ഈക്വൽ ടു 101 ഇങ്ങനെ കൊടുത്താൽ ഇവിടെ അസൈൻ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റുഡൻറ്റ് 1 ഏത് ഒബ്ജക്റ്റിൻ്റെ റോൾ നമ്പറാന്ന് പറയണം. അപ്പോൾ സ്റ്റുഡൻറ്റ് 1 ഡോട്ട് റോൾ നമ്പർ അങ്ങനെ കൊടുക്കണ്ടേ, ഡോട്ട് ഓപ്പറേറ്റർ വെച്ച്. സ്റ്റുഡൻറ്റ് 1 ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു 101 ഇങ്ങനെ കൊടുക്കണം. സ്റ്റുഡൻറ്റ് 1 ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു 101 എന്ന് പറഞ്ഞാൽ ഈ 101 എന്ന് പറഞ്ഞ റോൾ നമ്പർ ഏത് മെമ്മറിയിൽ അസൈൻ ചെയ്യും? ഇങ്ങനൊരു സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്തില്ലേ, അവിടെ അസൈൻ ചെയ്യും. അപ്പോൾ സ്റ്റുഡൻറ്റ് 1 റോൾ നമ്പർ 101 അവിടെ അസൈൻ ചെയ്യുന്നു. 101 ഇവിടെയല്ല, സ്റ്റുഡൻറ്റ് 1 ഡോട്ട് റോൾ നമ്പർ. ഇനി ക്ലാസ് നെയിം ക്യാരക്ടർ അറേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റുഡൻറ്റ് 1 ഡോട്ട് ക്ലാസ് നെയിം എന്ന് കൊടുത്താൽ തെറ്റാണ്. ഇങ്ങനെ നമ്മൾ തെറ്റി കൊടുത്തു പോകരുത്. സ്റ്റുഡൻറ്റ് 1 ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ക്ലാസ് നെയിം ഈക്വൽ ടു, നമുക്കിപ്പോൾ 12th ഗ്രേഡ് എന്ന് കൊടുക്കണമെന്ന് വിചാരിക്കാം. 12th ഗ്രേഡ് ക്യാരക്ടർ അറേയാണ്. ഇങ്ങനെ കൊടുത്താൽ ഈ ക്യാരക്ടർ അറേക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ സി ലാംഗ്വേജിൽ പറ്റില്ല. അതിന് പകരം strcpy ഉപയോഗിക്കാം. സിയിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോപ്പി, എന്താ പറയുക, ഒരു സ്ട്രിങ്ങിനെ വേറെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് strcpy. ഇതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻസിനൊക്കെ എന്താ ഉള്ളത്? ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. അപ്പോൾ strcpy എന്നിട്ട് നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏത് സ്ട്രിങ്ങിലേക്ക് നമുക്ക് കോപ്പി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് 1 ഡോട്ട് ക്ലാസ് നെയിം എന്നുള്ള ആ സ്ട്രിങ്ങിലേക്ക് എന്ത് കോപ്പി ചെയ്യണം? 12th ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യണം. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അല്ലാണ്ട് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഈക്വൽ ടു വെച്ചിട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. strcpy സ്റ്റുഡൻറ്റ് 1 ഡോട്ട് ക്ലാസ് നെയിമിലേക്ക്, സ്റ്റുഡൻറ്റ് 1 ക്ലാസ് നെയിമിലേക്ക് 12th ഗ്രേഡ് എന്ന് അസൈൻ ചെയ്യണം. അപ്പോൾ എന്താ അസൈൻ ചെയ്യേണ്ടത്? 12th ഗ്രേഡ് എന്ന് അസൈൻ ചെയ്യാം. 12th ഗ്രേഡ് എന്ന് ക്ലാസ് നെയിമിലേക്ക് അസൈൻ ചെയ്യണം. ഈ മെമ്പർ വേരിയബിളിലേക്ക് ഇത് അസൈൻ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് 12th ഗ്രേഡ് എന്ന് അസൈൻ ചെയ്തു. ഇനി കുട്ടിയുടെ നെയിം എന്ന് പറഞ്ഞതിലേക്ക് നമുക്ക് എന്താ അസൈൻ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ strcpy സ്ട്രിങ് ആണല്ലോ, strcpy ഏതിലേക്ക് അസൈൻ ചെയ്യണ്ടേ? സ്റ്റുഡൻറ്റ് 1 ഒബ്ജക്റ്റിൻ്റെ പേര്, ഒബ്ജക്റ്റ് അല്ല വേരിയബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് 1 ഡോട്ട് എന്താ വേണ്ട? നെയിം. സ്റ്റുഡൻറ്റ് 1 നെയിം എന്ന് പറഞ്ഞ മെമ്മറിയിലേക്ക് എന്താണ് അസൈൻ ചെയ്യേണ്ടത്? strcpy സ്റ്റുഡൻറ്റ് 1 ഡോട്ട് നെയിം ഇനി ഏത് വാല്യൂ ആണ് അവിടേക്ക് കോപ്പി ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. strcpy തന്നെ 2 സ്ട്രിങ്ങുകൾ കോപ്പി ചെയ്യാനുള്ള ഫംഗ്ഷനാണ് strcpy, ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് നെയിം ഇവിടെ ഞാൻ ജീന എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീന എന്നിങ്ങനെ ഇതിലേക്ക് ഈ സ്ട്രിങ്ങിനെ ഇവിടേക്ക് അസൈൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ strcpy ഒരു ഫംഗ്ഷനാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. സ്റ്റുഡൻറ്റ് 1 ഡോട്ട് നെയിമിലേക്ക് ജീന എന്ന് പറഞ്ഞ പേരിനെ കോപ്പി ചെയ്യാൻ പറയാണ്. അപ്പോൾ ജീന എന്ന് പറയുന്ന പേര് എവിടേക്ക് കോപ്പി ചെയ്യും? ഈ നെയിം, ജീന എന്ന് പറയുന്ന നെയിമിനെ ഏതിലേക്കാണ് കോപ്പി ചെയ്യുന്നത്? ഈ നെയിം എന്ന് പറഞ്ഞ മെമ്മറിയിലേക്ക് കോപ്പി ആവുന്നു. ഇനി മാർക്ക് അറേയാണ്. അപ്പം നമ്മൾ വീണ്ടും സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 0 എന്താണ്? സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 0. അപ്പോൾ ഇതൊരു എറേയിൽ വേരിയബിളിന് ഇൻഡെക്സ് ചെയ്യാൻ, വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ ഇൻഡെക്സ് നമ്പർ ഈ 0 1 2 3 4 ആണ് ഇൻഡെക്സ്. എറേ എന്ന് പറഞ്ഞാൽ ഒറ്റ പേരിൽ ഒന്നിലധികം ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി സ്പേസ് ആണ് എറേ. എറേനെ കുറിച്ച് ഞാനൊരു യൂട്യൂബ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേൾക്കണം. അപ്പോൾ ഒറ്റ പേരിൽ ഒന്നിലധികം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഓരോ
ഡാറ്റയ്ക്ക് നമ്മൾ ഫസ്റ്റ് മെമ്മറിക്ക് നമ്മൾ 0 എന്ന് ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു. ഇൻഡെക്സ് നമ്പർ തൊട്ട് ലാസ്റ്റ് ഇപ്പോൾ 5 എലമെൻ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് 4 ആയിരിക്കും. അതിനെ ആക്സസ് ചെയ്യാൻ സ്റ്റുഡൻറ്റ് മാർക്ക് ഓഫ് 0 എന്നാണ്, മാർക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ 0 ആണ് ഫസ്റ്റ് എലമെൻറ്റ്, മാർക്ക് ഓഫ് 1 ആണ് സെക്കൻഡ്. അപ്പോൾ സ്റ്റുഡൻറ്റ് 1-ലെ പ്രത്യേക ഒബ്ജക്റ്റ് വേരിയബിൾ ആണ് സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 0 നമുക്ക് 85 എന്ന് കൊടുത്താൽ സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 0-ൽ 85-നെ അസൈൻ ചെയ്യും. സ്റ്റുഡൻറ്റ് ഇതിൽ 85. ഇനി സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 1-ൽ 90 എന്ന് കൊടുത്താൽ സ്റ്റുഡൻറ്റ് 1-ലെ മാർക്ക് 90 എന്ന്. ഇനി സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇത് എത്രാമത്തെ എലമെൻറ്റ്, 1 2 3 തേർഡ് എലമെൻറ്റ് 78. അങ്ങനെ നമുക്ക് ഇതിലെ എല്ലാ എലമെൻറ്റ്സിനും വാല്യൂ. സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഫോർത്ത് എലമെൻറ്റ് എന്താ 88 എന്നുള്ള മാർക്ക് അസൈൻ ചെയ്യണം. പിന്നെ സ്റ്റുഡൻറ്റ് 1 ഡോട്ട് മാർക്ക് ഓഫ് 4 ഫിഫ്ത്ത് എലമെൻറ്റ് 92, ഫിഫ്ത്ത് എലമെൻറ്റ് ലാസ്റ്റത്തെ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് 4 ആണ്. അപ്പോൾ ഇങ്ങനെ എറയിലേക്ക് വാല്യൂനെ ഫോർ ലൂപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തെഴുതുന്നതിന് പകരം. ഇനിയിപ്പോൾ നമ്മൾ വാല്യൂ ഒക്കെ ഇൻപുട്ട് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് 1 ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2 എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് 2-നും ഇതുപോലെ തന്നെ ഒരു മെമ്മറി വേറെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാൽ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റുഡൻറ്റ് 1-ൻ്റെ ഫിസിക്സിലെ മാർക്ക്, കെമിസ്ട്രിയിലെ മാർക്ക്, 5 സബ്ജക്റ്റിലെ മാർക്ക്, സ്റ്റുഡൻറ്റ് പേര്, റോൾ നമ്പർ എല്ലാം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായില്ലേ. സ്റ്റുഡൻറ്റ് 1 എടുത്തു, സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എത്രയാണ് പെട്ടെന്ന് കിട്ടി, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എത്രയാണ് കിട്ടി. അങ്ങനെ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വേരിയബിളുമായി ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെമ്മറിയിൽ ഒരു പാക്കായിട്ട് വെക്കുക. അതാണ് നമുക്ക് സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ C++ലൊക്കെ സിയിൽ ക്ലാസ് കൺസെപ്റ്റ് ഇല്ല, C++ൽ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് മെമ്പർ ഫങ്ഷൻസ് കൂടി വേരിയബിളിനെ ഉപയോഗിച്ച് പ്രോസസ് ചെയ്യണ ഫങ്ഷൻ കൂടി ഉൾപ്പെടുത്തുന്ന ക്ലാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് C++ലുള്ളത്. അപ്പോൾ സിയിൽ അതില്ല. അപ്പോൾ സിയിൽ നമുക്ക് സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. മൾട്ടിപ്പിൾ ഡാറ്റാസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യുക? ഓരോ വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ ഡെഫിനിഷൻ്റെ ഇൻസൈഡ് ദ ഡെഫിനിഷൻ ആവാം, ഔട്ട്സൈഡ് ദ ഡെഫിനിഷൻ ആവാം. ഇൻസൈഡ് ദ ഡെഫിനിഷനിൽ ഫുൾ നെയിം ആവശ്യമില്ല. പിന്നെ ആക്സസ് ചെയ്യാനായിട്ട് മെമ്പർ വേരിയബിൾസ്, ഈ ക്ലാസ്സിനെയും റോൾ നമ്പർ നെയിം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മെമ്പർ വേരിയബിൾസ് ആണ്. മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച്. ഇത്രയും ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് നന്നായി മനസ്സിലാക്കുക. ഇതൊരു ഡാറ്റ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കുക. എന്ത് ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് അനുസരിച്ചാണ് മെമ്മറിയിൽ അവിടെ സ്പേസ് അറേഞ്ച് ചെയ്യുന്നത്. ഇതൊക്കെ കമ്പൈൽ ടൈമിൽ എല്ലാം മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ മെമ്മറി അലോക്കേറ്റ് എന്നൊന്നും പേടിക്കേണ്ട. അലോക്കേറ്റ് മീൻസ് റിസർവ് ചെയ്യാം. നമ്മളൊരു സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മുൻകൂട്ടി റിസർവ് ചെയ്യില്ലേ, അതിനെ കമ്പൈൽ ടൈം അലോക്കേഷൻ വിളിക്കാം. മുന്നേ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. അതേസമയം പിന്നെ റൺ ടൈമിൽ വെച്ചാൽ റൺ ടൈം മെമ്മറി, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എല്ലാം കമ്പൈൽ ചെയ്യുമ്പോൾ പറ്റില്ല. നമുക്ക് ഇത്ര ഡാറ്റ വരുന്നു എന്ന് പറഞ്ഞാൽ കമ്പൈൽ ടൈമിൽ തന്നെ അങ്ങോട്ട് എഴുതി വയ്ക്കാം. പക്ഷേ ചിലപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാവും നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അതിനെ റൺ ടൈം മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ചില ടേംസ് ഉണ്ട്, ഈ അലോക്കേഷൻ, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട. അലോക്കേറ്റ് ചെയ്യുന്ന റിസർവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ റിയൽ ലൈഫൊക്കെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ കോഡിങ് പഠിച്ചാൽ കുറേ കൂടെ ഈസി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ പ്രോഗ്രാമിങ്ങിന് അറിയുന്നില്ലെങ്കിൽ ഞാനൊരു ക്ലാസ് നടത്തുന്നുണ്ട്. 2 മണിക്കൂർ സൗജന്യ ക്ലാസ്സാണ്. ആർക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് വരാം. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കോഡ് എഴുതേണ്ട രീതി പറഞ്ഞുതരാം. ഈ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പിന് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാൻ പഠിക്കാം. താങ്ക് യു.